കൊല്ലം കുളത്തൂപ്പുഴ കണ്ടൻചിറ ഓയിൽ പാം എസ്റ്റേറ്റിൽ തീപിടുത്തം. ഏക്കർ കണക്കിന് എണ്ണപ്പനകൾ കത്തിനശിച്ചു. വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. ഇപ്പോഴും തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണോ? അതെ ആര്യ, ഉച്ചയ്ക്ക് 3 മണിയോടുകൂടിയാണ് അതിശക്തമായ രീതിയിലുള്ള തീപിടുത്തം ഉണ്ടായത്. ആദ്യം കണ്ടൻചിറ ഓയിൽ പാമിന്റെ റോഡ് വശത്താണ് തീ പടർന്നത്. പിന്നീട് ഏക്കർ കണക്കിന് എണ്ണപ്പനകൾ കത്തി നശിക്കുന്ന നിലയിലേക്ക് ഈ നിയന്ത്രണാതീതമായി തുടരുകയായിരുന്നു. 2 ഫയർഫോഴ്സ് യൂണിറ്റാണ് ആദ്യം തീ അണയ്ക്കുവാനായി എത്തിയത്. പക്ഷേ നാട്ടുകാരും ഫയർഫോഴ്സും കഠിന ശ്രമം നടത്തിയെങ്കിലും തീ അണയ്ക്കാൻ സാധിച്ചില്ല. പിന്നീട് പുനലൂരിൽ നിന്നും ഒരു യൂണിറ്റ് കൂടി എത്തിയിരുന്നു. ഇപ്പം അവസാനമായി 5 ഫയർ യൂണിറ്റുകൾ തീ അണയ്ക്കാനുള്ള കഠിന ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തോട്ടം മേഖല ആയതുകൊണ്ട് തന്നെ ഉണങ്ങിയ കരിയിലകൾ തോട്ടത്തിലുള്ളത് തീ അണയ്ക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതുകൂടാതെ ശക്തമായ കാറ്റുണ്ട്. കാറ്റ് ഓരോ പനകളിലേക്കും തീ പിടിക്കുമ്പോൾ തീ ആളിപ്പടർന്ന നിലയിലേക്ക് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിശക്തമായ പുക പടർന്ന് നിൽക്കുന്നത് കൊണ്ട് തീ അണയ്ക്കുന്നതിന് ബുദ്ധിമുട്ടായിരിക്കുകയാണ്. രാത്രിയാണ് തീ വീണ്ടും പടർന്ന് പിടിക്കാനാണ് സാധ്യത. തീ ക്രമാതീതമായി ഇപ്പോൾ ഉയർന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മനോജ്, അതായത് ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമായിട്ടില്ല. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അങ്ങോട്ടേക്ക് എത്തി തീ നിയന്ത്രണ വിധേയമാക്കാൻ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലേ? ഈ ചൂട് കൂടിയതാണോ തീപിടുത്തത്തിന് കാരണമായത്? പ്രദേശത്ത് ചൂട് കൂടുതലാണ്. അതുപോലെ തന്നെ വരൾച്ച ശക്തമായതുകൊണ്ട് ഈ ഇലകള് തോട്ടത്തില് ഉണങ്ങിയ ഇലകളുണ്ട്. ഇലകൾക്ക് തീ പിടിച്ച് മരങ്ങളിലേക്ക് പടരുകയാണ്. ഈ എണ്ണപ്പനയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഈ ഓലകള് പൊഴിഞ്ഞതിന്റെ ചുവട്ടിലേക്ക് കിടക്കാറുണ്ട്. ഈ തീ ആളിപ്പിടിച്ച് പനയുടെ മുകളിലേക്ക് പിടിച്ചിട്ട് അടുത്ത പനയിലേക്ക് പടരുന്ന രീതിയിലാണ് തീ പൊക്കൊണ്ടിരിക്കുന്നത്. അവസാനമായിട്ട് നെടുമങ്ങാട് നിന്നുള്ള ഒരു ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയിട്ടുണ്ട്. എന്നാലും തീ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അത്രയ്ക്ക് തീയാണ് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്താണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത്? ഇന്ന് രാത്രിയോടുകൂടിയെങ്കിലും ഇത് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ടോ? അല്ല, ഫയർഫോഴ്സിന് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തോട്ടം മേഖലയിൽ നിന്നും ഒരു യൂണിറ്റിലെ വെള്ളം തീർന്നു കഴിഞ്ഞാൽ കിലോമീറ്ററുകൾ ഓടി കുളത്തൂപ്പുഴ ആറ്റിൽ പോയി വെള്ളം ശേഖരിക്കേണ്ട ഒരു സ്ഥിതിയാണ്. അത് തന്നെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ്. ഒരു വാഹനം പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും ഏകദേശം 1 മണിക്കൂറോളം താമസിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് ഫയർഫോഴ്സ് ജീവനക്കാർ പറയുന്നത്. വലിയ നാശനഷ്ടമായിരിക്കുമല്ലോ സ്വാഭാവികമായും ഉണ്ടായിരിക്കുന്നത്. എത്ര ഏക്കറോളം സ്ഥലത്ത് ഈ തീ പടർന്നു എന്നാണ് പ്രാഥമികമായി കരുതുന്നത്? അല്ല, അവരുടെ പ്രാഥമികമായ ഒരു കണക്ക് ഈ പുക നീക്കുന്നതുകൊണ്ട് ഏകദേശം, അത് മാത്രം രാത്രി ആയതുകൊണ്ട് ഏകദേശം സ്ഥലം വ്യക്തമല്ല. എങ്കിലും കുറഞ്ഞത് ഒരു 15 ഏക്കറോളം തീ പിടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. കോടികളുടെ നഷ്ടം. പനകുലകൾ വെട്ടാൻ പരുവത്തിന് നിൽക്കുന്നതായിരുന്നു കോടികളുടെ. അതാണ് ഈ പനകുലയ്ക്കകത്ത് എണ്ണമയം കൂടെ ഉള്ളത് കൊണ്ട് തീ വളരെ വേഗം പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ വേഗമാണ് തീ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് 15 ഏക്കറോളം കത്തി നശിച്ചെന്നാണ് ഇപ്പം അനൗദ്യോഗികമായിട്ട് ലഭിച്ചിട്ടുള്ള കണക്കുകൾ. ഓക്കെ, മനോജ് അപ്പുക്കുട്ടനാണ് വിവരങ്ങൾ നൽകുന്നത്. മനോജ്, ദയവായി തുടരുക. എന്തായാലും കുളത്തൂപ്പുഴയാണ് കണ്ടൻചിറ ഓയിൽ പാമിൽ ഈ വലിയ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമാക്കാൻ പെടാപ്പാടുപെടുകയാണ് ഫയർഫോഴ്സ്. ചൂട് കൂടിയ ഈ സാഹചര്യത്തിൽ വനാതിർത്തിയോട് ചേർന്ന മേഖലകളിലുമൊക്കെയും ഇത്തരത്തിൽ കാട്ടുതീ പടരാൻ അല്ലെങ്കിൽ തീ കത്തിപ്പടരാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യം നേരത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അവിടുത്തെ നാട്ടുകാരൊക്കെയും ഫയർഫോഴ്സ് യൂണിറ്റിന്റെ സേവനമൊക്കെയും അവരുടെ പരിസര പ്രദേശങ്ങളിൽ തന്നെ എത്രയും വേഗം ലഭ്യമാക്കണം എന്നുള്ള ആവശ്യമൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷെ അതൊന്നും ഫലവത്തായില്ല. എന്തായാലും ഇപ്പോൾ വലിയ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഈ ഓയിൽ പാം എസ്റ്റേറ്റിൽ ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടേക്ക് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്.